ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റോസ്റ്റോസ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. റോസ്റ്റോ എന്ന എക്കണോമിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം പറയുന്നത് ഓരോ എക്കണോമി, അതായത് ഓരോ രാജ്യവും 5 വികസന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഓരോ ഘട്ടവും എന്താണ് എന്ന്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റോസ്റ്റോസ് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ഈ മോഡൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ഗ്രോത്ത് മോഡൽസ് ആണ്. ഗ്രോത്ത് മോഡൽസ് വളരെ പ്രധാനപ്പെട്ട ഗ്രോത്ത് മോഡലാണിത്. പിന്നെ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ വോൾട്ട് വിറ്റ്മാൻ റോസ്റ്റോ ഇൻ 1960. 1960 വോൾട്ട് വിറ്റ്മാൻ റോസ്റ്റോ എന്ന അമേരിക്കൻ എക്കണോമിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഓരോ സമ്പദ് വ്യവസ്ഥയും, ഓരോ രാജ്യവും 5 വികസന ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആ 5 ഘട്ടങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഒക്കേഴ്സ് ഇൻ 5 സ്റ്റേജസ്. ഒന്നാമതെന്ന് പറയുന്നത് ട്രഡീഷണൽ സൊസൈറ്റി ആയിരിക്കും, അതായത് വികസനമൊന്നും ഇല്ലാത്തൊരു പരമ്പരാഗതമായ ഒരു സമൂഹമായിരിക്കും ഉള്ളത്. രണ്ടാമത്തത് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, അതായത് ഒരു വിമാനമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് പറന്നുയരാൻ തയ്യാറാകുന്ന ആ സ്റ്റേജ്. മൂന്നാമത്തത് ടേക്ക് ഓഫ്, പറന്നുയരുന്ന സ്റ്റേജ്. പിന്നെ ഡ്രൈവ് ടു മെച്യൂരിറ്റി, 4th സ്റ്റേജ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, അത് എയർബോൺ ആവുന്ന സ്റ്റേജ്. പിന്നെ ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയും. ഇങ്ങനെ 5 സ്റ്റേജിലൂടെയാണ് ഓരോ എക്കണോമിയും കടന്നു പോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഓർഡർ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഈ ഓർഡർ തന്നെ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. ഇനി ഞാൻ ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേജായ ട്രഡീഷണൽ സൊസൈറ്റി എന്ന സ്റ്റേജിൻ്റെ പ്രത്യേകത നോക്കാം. അത് എക്കണോമി ഈസ് ഇൻ ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രിമിറ്റീവ് ഫോംസ്, അതായത് ഈ എക്കണോമി ഏറ്റവും പ്രാകൃതമായിട്ടുള്ള രൂപത്തിലായിരിക്കും ഈ സ്റ്റേജിലുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത ഹൈ പ്രൊപ്പോർഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഈസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, അതായത് ഭൂരിഭാഗം ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചായിരിക്കും ഉള്ളത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ സെൻട്രലൈസ്ഡ് ഓർ പൊളിറ്റിക്കൽ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു സിസ്റ്റമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഈസ് ലിമിറ്റഡ്, വ്യാവസായിക വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല ഈ സ്റ്റേജിൽ. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ഈസ് ബിലോ 5%, വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങളൊന്നും നടക്കാത്ത ഒരു പെർസെൻറ്റേജാണ്. ഒരു ബിലോ 5% ആയിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ. അടുത്തത് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ് എന്ന സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത പ്രോഗ്രസീവ് എലമെൻറ്റ്സ് ക്രീപ്പ് ഇൻ ടു ദ സൊസൈറ്റി, അതായത് പ്രോഗ്രസീവായിട്ടുള്ള ഒരു പുരോഗതി തുടക്കം കുറിക്കുന്ന ഒരു സ്റ്റേജാണിത്. എക്കണോമിക് പ്രോഗ്രസ് ടേക്ക് പ്ലേസ്, അതായത് സാമൂഹിക പുരോഗതി ഉണ്ടാകുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റൈസസ് ടു റീച്ച് ബിറ്റ്വീൻ 5 to 10%, അതായത് 5 മുതൽ 10% വരെ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുന്നു. ഡിക്ലൈൻ ഓഫ് ബർത്ത് റേറ്റ് കുറയുന്നു, അതായത് കൺട്രോൾ ചെയ്യുന്നു. എൻട്രി ഓഫ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉദയം ചെയ്യുന്നു. ഇതൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകതകൾ. അടുത്ത മൂന്നാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത നോക്കാം. ടേക്ക് ഓഫ് എന്ന സ്റ്റേജാണിത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് എക്കണോമിക് ഗ്രോത്ത്, അതായത് അത് ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തേക്കുന്ന ഒരു ഡൈനാമിക് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന വളരെ വലിയ ഒരു എക്കണോമിക് ഗ്രോത്തിലേക്ക് കുതിക്കുന്ന ഒരു സമയമാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എബവ് 10%, ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപങ്ങൾ 10% മുകളിലായിരിക്കും. ഇൻക്രീസ് ഇൻ അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും വ്യാവസായികവൽക്കരണമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ഇത്. ഹാപ്പനിങ് ഓഫ് ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ, അതായത് ടെക്നോളജി കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ ഇന്ത്യ റീച്ച്ഡ് ദ ടേക്ക് ഓഫ് സ്റ്റേജ് ഇൻ ദ 3rd ഫൈനാൻഷ്യൽ ഇയർ പ്ലാൻ. ഇന്ത്യ 3ാമത്തെ ഫൈനാൻഷ്യൽ ഇയർ പ്ലാനിലാണ് ഈ ടേക്ക് ഓഫ് സ്റ്റേജിൽ എത്തിയത് എന്ന് ഓർക്കുക. അടുത്ത 4ാമത്തെ സ്റ്റേജായ ഡ്രൈവ് ടു മെച്യൂരിറ്റി സ്റ്റേജിൻ്റെ പ്രത്യേകത നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത ഇൻഡസ്ട്രിയൽ സെക്ടർ ഡോമിനേറ്റ്സ് ആൻഡ് പ്രൈമറി സെക്ടർ ഡിമിനിഷസ്. പ്രൈമറി സെക്ടർ നമുക്കറിയാം നമ്മുടെ കൃഷി. അപ്പം ഈ പ്രൈമറി സെക്ടറിൻ്റെ പ്രാധാന്യം കുറയുകയും വ്യാവസായിക സെക്ടറിൻ്റെ, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ പ്രാധാന്യം കൂടുകയും ചെയ്യുന്നൊരു സ്റ്റേജാണിത് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ബിറ്റ്വീൻ 10 to 20%, 10-നും 20% ഇടയ്ക്കായിരിക്കും നിക്ഷേപങ്ങൾ വരിക. ഡിപ്പെൻഡൻസ് ഓൺ ദ അതർ എക്കണോമീസ് ഈസ് റെഡ്യൂസ്ഡ്, മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്, ഇറക്കുമതിയൊക്കെ ആശ്രയിക്കുന്നത് കുറയുന്നു. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹാസ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ്, അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ മെച്ചപ്പെടുന്നൊരു സ്റ്റേജാണിത്. അപ്പം ഇന്ത്യ ഇതിലാണ് ഉള്ളത് കേട്ടോ. ഇന്ത്യ ടുക്ക് 40 to 60 years ടു റീച്ച് ദി സ്റ്റേജ് ഫ്രം ദ ബിഗിനിങ്. ഇന്ത്യ ആദ്യം മുതൽ, അതായത് നമ്മുടെ പ്രിമിറ്റീവ് സ്റ്റേജ് മുതൽ ഇവിടെ ഡ്രൈവ് ടു മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തുന്നതിന് ഒരു 40 മുതൽ 60 വരെ വർഷങ്ങൾ എടുത്തു.
അടുത്ത റോസ്റ്റോയുടെ അഭിപ്രായത്തിലുള്ള അവസാനത്തെ സ്റ്റേജായ ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ്റെ പ്രത്യേകത നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, പീപ്പിൾ ഹാവ് ലോട്ട് ഓഫ് ടൈം ഫോർ ലെഷർ ആസ് പെർ ക്യാപിറ്റൽ ഇൻകം ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹാസ് ഇംപ്രൂവ്ഡ്. ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ ആളോഹരി വരുമാനവും പെർ ക്യാപിറ്റൽ ഇൻകവും വർദ്ധിക്കുന്നൊരു സ്റ്റേജാണ്. അത് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ സമയം കിട്ടുന്നു ലെഷർ ടൈമിൽ, അതായത് ഉല്ലാസ പരിപാടികളിൽ ഏർപ്പെടുന്നതിന് കൂടുതൽ സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നു ഈ സ്റ്റേജിൽ. അടുത്തത്, പീപ്പിൾ ടെൻ ടു സ്പെൻഡ് മോർ ഓൺ ലക്ഷൂറിയസ് ഐറ്റം, അതായത് ലക്ഷറി ഐറ്റംസിൽ ആൾക്കാർ കൂടുതൽ പണം ചിലവിടുന്നു. നാഷണൽ ഇൻകം ഓഫ് ദ എക്കോണമി ഹാസ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ്, അതായത് ദേശീയ വരുമാനം ഒരുപാട് കൂടുന്ന സ്റ്റേജാണിത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നൗ എബവ് 20%, നിക്ഷേപങ്ങൾ 20% മുകളിലായിരിക്കും. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രത്യേകതകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.